السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا للظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന മഹ്ശറയിൽ നടക്കാനിരിക്കുന്ന കാര്യമായ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ള ഷഫാഅത്തുകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി സൂചിപ്പിച്ചത്. അത്തരം ഷഫാഅത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ഷഫാഅത്ത് വൻപാപം ചെയ്തിട്ടുള്ള ആ വൻപാപം കാരണത്താൽ നരകപ്രവേശനം ഉണ്ടായിട്ടുള്ള വിശ്വാസികളായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ഷഫാഅത്താണ് മറ്റൊന്ന്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്ത ആർക്കെങ്കിലും ഷഫാഅത്ത് ചെയ്യുവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ഷഫാഅത്ത് ചെയ്യുവാനുള്ള അവസരം അള്ളാഹു നൽകുമെന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്മിലെ 26-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണാം: വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ يأذن الله لمن يشاء ويرضى. അഥവാ ആകാശങ്ങളിലുള്ള എത്രയെത്ര മലക്കുകൾ അവരുടെ ഷഫാഅത്ത് അത് ഉപകാരം ചെയ്യണമെങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇതിനുണ്ടാകണം. അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്കും അള്ളാഹു ഉദ്ദേശിച്ചത് ആരാണോ അവർക്കുമാണ് ആ മലക്കുകൾക്ക് ശഫാഅത്ത് ചെയ്യുവാൻ സാധിക്കുക എന്ന് അള്ളാഹു പറയുന്നത് കാണാം. മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ല തന്റെ സഹീഹിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കൊണ്ട് ഖുദ്സിയായ ഹദീസിൽ മലക്കുകൾ ശഫാഅത്ത് ചെയ്യുന്നതാണ് എന്നാണ്. അതുപോലെ തന്നെ മറ്റു അംബിയാക്കൾക്കും ശഫാഅത്ത് ചെയ്യുവാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ആ ഹദീസിന്റെ ബാക്കിയിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കുമെന്നതും സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളുടെ ശഫാഅത്ത് കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സറു മിൻ ബനി തമീം, ബനി തമീം ഗോത്രത്തിൽ എത്ര ആളുകളാണോ ഉള്ളത് അവരുടെ എണ്ണം ആളുകളെക്കാൾ കൂടുതൽ മുഅ്മിനായ ഒരു വ്യക്തിയുടെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും പല ആളുകളെയും സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നാണ്. അപ്പോ സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് സിവാക്, അങ്ങേക്ക് പുറമെയാണോ ഈ പറഞ്ഞത്? കാരണം അങ്ങ് ശഫാഅത്ത് ചെയ്യുമ്പോൾ ധാരാളം ആളുകൾ അത് മുഖേന സ്വർഗപ്രവേശനം ലഭിക്കുന്നവരുണ്ടാകുമെന്നതുപോലെ അങ്ങേക്ക് പുറമെയാണോ, അതായത് എന്റെ ഉമ്മത്തിലെ ഒരാളെന്ന് പറയുമ്പോൾ ഇനി നബി തന്നെയാണോ ആ ഒരാൾ എന്ന് ഉറപ്പ് വരുത്താൻ, അതല്ലെങ്കിൽ നബി അല്ലാത്ത മറ്റാരെങ്കിലുമാണോ അത് എന്ന് ഉറപ്പ് വരുത്തുവാൻ വേണ്ടിയാണ് സഹാബത്ത് ചോദിച്ച സിവാക്ക്. അപ്പൊ നബി പറയാം, സിവായ അല്ല, ഞാനല്ല, എനിക്ക് പുറമേയുള്ള മറ്റൊരാളാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ ഹദീസ്, ഷഹീദുമായി ബന്ധപ്പെട്ട ഹദീസിൽ മഹാനായ അൽ മിഖ്ദാദ് ബിൻ മഅദി കർബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അദ്ദേഹത്തിനുള്ളത് 6 തരത്തിലുള്ള വിശേഷണങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനെല്ലാം പുറത്തു കൊടുക്കും. അദ്ദേഹം മരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ സ്വർഗത്തിലുള്ള ഇരിപ്പിടം അദ്ദേഹത്തിന് അള്ളാഹു കാണിച്ചു കൊടുക്കും. ഖബർ ശിക്ഷയെ തൊട്ട് അള്ളാഹു അദ്ദേഹത്തിന് രക്ഷ നൽകും. അതുപോലെ തന്നെ ഫസഉൽ അക്ബർ, അന്ത്യദിനത്തിന്റെ അന്ന് മനുഷ്യന്മാർക്കുണ്ടാവുന്ന മഹാപേടി, ആ പേടിയെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. മാത്രവുമല്ല, പ്രതാപത്തിന്റെ താജുൽ വഖാർ, പ്രതാപത്തിന്റെ കിരീടം അദ്ദേഹത്തിന്റെ തലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂടിക്കൊടുക്കും. അതിലെല്ലാം മരതകങ്ങളും അതുമായി ബന്ധപ്പെട്ട നിറങ്ങളിലുള്ള, അതുമായി ബന്ധപ്പെട്ടുള്ള മുത്തുകളുമൊക്കെ ആ കിരീടത്തിൽ ഉണ്ടാകും. ദുനിയാവും അതിലുള്ളതുമെല്ലാം ഒരാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് അത് ലഭിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, വയുസവ്വിജു 72 സൗജത്തൻ മിനൽ ഹൂറിൽ ഐൻ, 72 ഹൂറികളെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കും. വയുശഫഉ ഫീ 70 മിൻ അഖാരിബിഹി, തന്റെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ നിന്നുമുള്ള 70 ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുവാനുള്ള അവസരവും അല്ലാഹു ഒരു ഷഹീദിന് നൽകുമെന്നാണ്. ഇങ്ങനെ 6 വിശേഷണങ്ങളാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഷഹീദിന് ലഭിക്കാനിരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും അവസാനം പറഞ്ഞത് 70 ആളുകൾക്ക്, സ്വന്തം കുടുംബത്തിലെ 70 ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുവാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദുകൾക്ക് നൽകുമെന്നതാണ്. നമുക്കറിയാം, സഹാബി വനിതകൾ തങ്ങളുടെ മക്കളെ യുദ്ധത്തിന് വേണ്ടി നബി പുറപ്പെടുന്ന സമയത്ത് അവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും പറഞ്ഞേക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. കാരണം അവർക്ക് വിശ്വാസ കാര്യങ്ങളിൽ വലിയ ദൃഢതയുണ്ടായിരുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത.
അതുകൊണ്ടാണ്, കാരണം തന്റെ മകൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിയിക്കപ്പെടുന്ന സമയത്ത് ഷഹാദത്ത് കൊണ്ട് എന്റെ മകനെ അനുഗ്രഹിച്ച ഒരു ഷഹീദിന്റെ ഉമ്മയാകുവാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകിയ ആ റബ്ബിനാകുന്നു സർവസ്തുതിയും എന്ന് പറയുന്ന ഉമ്മമാരെ അന്ന് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു ഒരു വ്യക്തിക്ക് ദുനിയാവിൽ വെച്ച് നൽകുന്ന ഏറ്റവും വലിയ പാരിതോഷികമാണ് ഷഹാദത്ത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ ഔലാദുൽ മുഅ്മിനീൻ, മുഅ്മിനായി കൊണ്ട് ജീവിച്ച് മരിച്ചുപോയ വ്യക്തികളുടെ മക്കൾ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചിട്ടുണ്ട് എങ്കിൽ ആ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുവാനുള്ള അവസരം നൽകുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ധാരാളം ഷഫാഅത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനായി കൊണ്ട് സംവിധാനിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ തന്നെ പരലോകത്ത് വെച്ച് നടക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മുടെ കർമ്മരേഖകൾ നമ്മുടെ മുമ്പിൽ അത് തുറക്കപ്പെട്ട് വിശാലമാക്കി വെക്കുമെന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആയത്തുകൾ തന്നെ വന്നിട്ടുണ്ട്. സൂറത്ത് തക്വീറിലെ 10ാമത്തെ ആയത്താണ്. ആ സുഹഫുകൾ അഥവാ ഏടുകൾ, മനുഷ്യന്റെ കർമ്മഫലങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതായ ആ ഏടുകൾ അത് തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ, അത് അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ന് സൂറത്തു തക്വീറിൽ അല്ലാഹു പറയുമ്പോൾ, സൂറത്തുൽ ഇൻഷിഖാഖിലെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ അല്ലാഹു പറയുന്നത് ഇപ്രകാരമാണ്: فَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ فَسَوْفَ يُحَاسَبُ حِسَابًا يَسِيرًا وَيَنقَلِبُ إِلَى أَهْلِهِ مَسْرُورًا وَأَمَّا مَنْ أُوتِيَ كِتَابَهُ وَرَاءَ ظَهْرِهِ. അപ്പോ അവിടെ 2 രൂപത്തിൽ കിതാബുകൾ നൽകപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. ഏതാണ്? തന്റെ വലതു കൈകളിൽ അവന്റെ ഗ്രന്ഥം, അഥവാ ഗ്രന്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മഫലങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതായ ഏട്, അത് നൽകപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ എളുപ്പമായ രൂപത്തിലുള്ള ഹിസാബാണ് ഉണ്ടാകുക. അവന്റെ കുടുംബത്തിലേക്ക് അവൻ സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുന്നതാണ്. എന്നാൽ ഇടതു കൈകളിൽ, അതല്ലെങ്കിൽ ഇടത് കൈകളിൽ നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ ഇടത് കൈയിൽ നൽകപ്പെടുന്നയാൾക്ക് അവന്റെ പിറകുഭാഗത്തു കൂടെയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഒരാൾക്ക് ഗ്രന്ഥം നൽകപ്പെടുന്നത് എങ്കിൽ അവന്റെ ഹിസാബ് പ്രയാസമാണ്. മാത്രവുമല്ല അവന്റെ ഭാഗ്യദോഷത്തെ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. അവിടെ അല്ലാഹു പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു എന്ത്? അവന്റെ കിതാബ് അവൻ നുഖ്രിജു ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് വേണ്ടി നാം പുറത്തു കൊണ്ടുവരുന്നതാണ് കിതാബൻ, അവന്റെ കിതാബിനെ യൻഖാഹു മൻശൂറാ, അതിങ്ങനെ തുറക്കപ്പെട്ടതായി കൊണ്ട് അവൻ കണ്ടുമുട്ടും അതിനെ. ആ സമയത്ത് അവനോട് പറയും ഇഖ്റ കിതാബക്, നീ നിന്റെ കിതാബിനെ നീ വായിക്കുക. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, ഇന്നേ ദിവസം കണക്ക് നോക്കുവാൻ, നിനക്ക് സ്വയം തന്നെ കണക്ക് നോക്കുവാൻ അത് മതി. ഒന്നും നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടത് കൊണ്ട് തന്നെ
അത് വായിക്കുന്നതോടുകൂടി ഒരു മനുഷ്യന് മനസ്സിലാവും ഇനിയൊന്നും ഉണ്ടാവില്ല, കഴിച്ചിലാവൂല എന്നാണ്. ആ രൂപത്തിൽ സംവിധാനിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് മറ്റൊരിക്കൽ പറഞ്ഞത്, അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. അഥവാ അവന്റെ ഇടതുകൈകളിൽ ഗ്രന്ഥങ്ങൾ ലഭിക്കപ്പെട്ടയാൾ അവൻ പറയും, യാ ലൈതനി ലം ഊത കിതാബിയ, എന്റെ ഈ ഗ്രന്ഥം എനിക്ക് ലഭിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഹിസാബ് നടന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ അവിടെ വെച്ച് വിലപിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാക്കണം, ആലോചിക്കണം. ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും ആ കർമ്മം ഒന്നുകിൽ നന്മയിലാണ് ഉണ്ടാകുക, അതല്ലെങ്കിൽ തിന്മയിലാണ് ഉണ്ടാകുക. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നന്മയുടെ ഏടിലാണോ തിന്മയുടെ ഏടിലാണോ കനം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ കർമ്മത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക. അവിടെയാണല്ലോ പറഞ്ഞു, നമ്മളൊരു വാക്ക് ഉരിയാടുന്നില്ല. ആ ഉരിയാടിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ അത് റഖീബും അതീദും ഒക്കെ എന്താക്കുന്നത്, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. സംരക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നവൻ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഈ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ നന്മ നിറഞ്ഞ വാക്കുകളാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട്. ഇല്ല, മറ്റുള്ളവരെ കുറിച്ച് അവനിഷ്ടമില്ലാത്തതും അവൾക്ക് ഇഷ്ടമില്ലാത്തതും ഒക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പാപഭാരമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയകുൽ ഖൈറാ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ ഫൽയകുൽ ഖൈറാ, അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ, അതല്ലെങ്കിൽ ഫൽയസ്മുത്, അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഫൽയസ്കുത്, അവൻ അനങ്ങാതിരുന്നോട്ടെ എന്നാണ്. നമ്മുടെ അനക്കങ്ങളും ചലനങ്ങളും വരെ ചിലത് നന്മകൾക്ക് കാരണമാകുമ്പോൾ മറ്റു ചിലത് തിന്മകൾക്ക് കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നന്മകൾക്ക് കാരണമാകുന്ന അനക്കങ്ങളും നന്മകൾക്ക് കാരണമാകുന്ന സംസാരങ്ങളും നന്മകൾക്ക് കാരണമാകുന്ന പ്രവർത്തനങ്ങളും ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ കാര്യം നമ്മളൊക്കെ തിരിച്ചറിയേണ്ട കാര്യമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, യുദ്നിയൽ മുഅ്മിൻ യൗമൽ ഖിയാമത്തി മിൻ റബ്ബിഹി ഹത്താ യളഉ അലൈഹി കൻഫഹു ഫയുഖർറിറുഹു ബിദുനൂബിഹി ഫയഖൂലു ഹൽ തുഅറഫ് യഖൂലു ഐ റബ്ബി അരിഫ് ഹൽ തഅരിഫ് യഖൂലു ഐ റബ്ബി അരിഫ്. മുഅ്മിനായ ഒരു മനുഷ്യനെ അല്ലാഹു അവന്റെ അടുത്തേക്ക് എന്താക്കും, അടുപ്പിച്ച് നിർത്തും. എന്നിട്ട് അവന്റെ കിതാബ് അവൻ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും, അതിലുള്ള തെറ്റുകളൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും, ഇതൊക്കെ എനിക്ക് അറിയില്ലല്ലേ എന്നാണ്, ഇതൊക്കെ നീ ചെയ്തതാണ്, ഇതൊക്കെ നിനക്ക് അറിയുമല്ലോ അല്ലേ എന്നാണ്. അപ്പോ ഐ റബ്ബി ആരിഫ്, അതേ റബ്ബെ എനിക്കറിയാം. അപ്പൊ അല്ലാഹ് പറയും, ഖാല ഫഇന്നി ഖദ് സതർതുഹാ അലൈക ഫിദ്ദുനിയ, നീ ചെയ്ത തെറ്റുകൾ ആരും അറിഞ്ഞിട്ടില്ല ദുനിയാവിൽ, അത് ഞാൻ നിനക്ക് വേണ്ടി ദുനിയാവിൽ മറച്ചു വെച്ചതായിരുന്നു. വഇന്നി അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നിതാ ഞാൻ നിനക്ക് ആ പാപങ്ങളൊക്കെ പുറത്തു തരുകയാണ്, മറച്ചു തരികയാണ്. അന ഫയുഗത്താ സഹീഫത ഹസനാതിഹി, അവന്റെ ആ നന്മയുടെ ഏടുകൾ കൊണ്ട് അതിനെ പൊതിയുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. ജീവിതത്തിൽ അറിയാതെ ചിലപ്പോൾ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവും, അത് അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു പുറത്തു തരും. വന്നുപോയ തെറ്റുകളെ വലിയ ക്രെഡിബിലിറ്റി കിട്ടുന്ന കാര്യമായി കണ്ടുകൊണ്ട് സമൂഹത്തിൽ പറഞ്ഞു നടക്കുകയും സമൂഹത്തിന് വലിയ തെറ്റുകൾ ചെയ്യുവാൻ പ്രേരണയാകുന്ന അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യുക എന്നത് വലിയ കാര്യമാണ്. വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ അപകടം പിടിച്ച കാര്യമാണ്. അതുപോലെ തന്നെ താൻ ചെയ്ത തെറ്റുകൾ അല്ലാഹു അവന്റെ മഹളായ ഫളില് കൊണ്ട് മറച്ചു വെച്ചിട്ട് പിന്നീട് അത് താൻ തന്നെ ആളുകളുടെ മുമ്പിൽ പബ്ലിക്കായി പറയുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുല്ലു ഉമ്മത്തി മഅഫ്, എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും അല്ലാഹ് പുറത്തു കൊടുക്കും.
ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങൾക്കൊഴികെ എന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് മുജാഹിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അവൻ രാത്രി കാലങ്ങളിൽ തെറ്റ് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ ആളുകൾ അറിയാതെ തെറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അള്ളാഹു അവന്റെ തെറ്റിനെ മറച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അവൻ എന്താക്കും? ആളുകളുടെ ഇടയിൽ വന്നിട്ട് അവൻ ചെയ്ത തെറ്റിനെ അവൻ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മതവിധി അറിയുവാനും അതിന് പ്രായച്ചിത്തം ചെയ്യുവാനും എന്താണ് വേണ്ടത് എന്നറിയുവാൻ അതുമായി ബന്ധപ്പെട്ട മുഫ്തിമാരോടോ മുജ്തഹിദുകളായ ആളുകളോടോ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരോടോ കാര്യങ്ങൾ ചോദിച്ച് അതിന്റെ ഫത്വ ചോദിക്കണീന് പ്രശ്നമല്ല. അതേ സമയത്ത് അത് മറ്റുള്ള ആളുകളോട് തെറ്റുകൾ ഷെയർ ചെയ്യുക എന്നത് വലിയ കുറ്റകരമായ കാര്യമായി കൊണ്ടാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറാ. തൂബ, അവന് മംഗളം. ആർക്കാണ് മംഗളം പറഞ്ഞത്? ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറാ. തന്റെ കർമ്മ രേഖയിൽ ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാർ ഉള്ളവന് മംഗളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒഴിവു സമയങ്ങളെ ദിക്റുകൾ കൊണ്ട് ധന്യമാക്കേണ്ടവരാണ്. പ്രത്യേകിച്ചും ഇസ്തിഗ്ഫാറായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള കുറെ ദിക്റുകളുണ്ട്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇതൊരാള് ഇഖ്ലാസോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കടലിലെ നുരകൾ കണക്കേ അവന്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു അത് മുഖേന പുറത്തെടുക്കുന്നതാണ്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. سيد الاستغفار. ഇന്ന് രാവിലെ നമുക്ക് ചെല്ലാൻ നേരം കിട്ടിയിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക. എങ്കിൽ ഇന്ന് മഗ്രിബിന് മുമ്പ് നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂല പഠിപ്പിച്ചത്. അസറിന്റെ ശേഷം ഒരാൾ അത് ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേര പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഫജ്റിന് മുമ്പ് അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറയുമ്പോൾ ഇത്തരം ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ കർമ്മ രേഖകളിൽ അധികമായി കൊണ്ടുണ്ടാകും. ആ അധികമായി കൊണ്ടുണ്ടാകുന്നത് നമുക്ക് ഗുണങ്ങളെ കൊണ്ടുവരുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മുടെ കർമ്മഫലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ആ കർമ്മഫലങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം വലത് കൈയിൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഹിസാബാണ്. ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്ക് നോക്കുക എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹു ഇവിടെ മതപരമായി കൊണ്ട് ഹിസാബി എന്ന് പറയുമ്പോൾ തന്റെ കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തിക്കും എന്താക്കണം നാളെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ തിരുസുന്നത്തിലുമൊക്കെ ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അവിടെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 284-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. അഥവാ നമ്മൾ നമ്മുടെ ഉള്ളിലൊരു കാര്യം മറച്ചു വെച്ചാലും അതല്ല ആളുകളുടെ മുമ്പിൽ പ്രകടമാക്കിയാലൊക്കെ ചെയ്താലൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പിറ്റേന്ന് അതിന് കണക്ക് പറയേണ്ടി വരും. സൂറത്തുൽ ഗാശിയയിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന അവസാനത്തെ ആയത്ത്, സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. പിന്നീട് അതിനുശേഷം നമ്മുടെ മേലാകുന്നു അവരുടെ ഹിസാബുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ റഅദിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു,
വഇമ്മാ നുരിയന്നക ബഅദല്ലദീ നഈദുഹും ഔ നതവഫയന്നക ഫഇന്നമാ അലൈക്കൽ ബലാഗ് വഅലൈനൽ ഹിസാബ്. പ്രവാചകനോട് പറയുന്നത്, പ്രബോധനം എത്തിക്കേണ്ട ബാധ്യത നിനക്കാണെങ്കിൽ അതിന്റെ കണക്ക് ചോദിക്കേണ്ട ബാധ്യത നിന്റെക്കലാണ്. ഹക്കിനെ ഹക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഓരോ വിശ്വാസികൾക്കും ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവൻ ജീവിച്ചോ ഇല്ലയോ എന്ന് കണക്ക് നോക്കേണ്ട ബാധ്യത ആർക്കാണ്? അത് അള്ളാഹ് ഏറ്റെടുത്തതാണ്. നമ്മളെന്താ കണ്ട, നമ്മൾ പറയേണ്ടത് ഓൻ ജീവിതത്തിൽ പകർത്തുണ്ടോ ഇല്ല നമ്മൾ നോക്കണ്ട. ഓൻ ഞാൻ ഇത്ര പറഞ്ഞിട്ട് കേൾക്കണില്ല, ഞാൻ പറിച്ചു നിർത്തണമെന്ന് പറയാൻ പറ്റില്ല. ഓൻ കേൾക്കണുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നുള്ള അള്ളാഹ് നോക്കിക്കോളൂ. നമ്മളോട് പറഞ്ഞത് പറയാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്മകൾ കൊണ്ട് നമ്മൾ എപ്പോഴും സമൂഹത്തെ കൽപ്പിച്ചു കൊണ്ടിരിക്കുക, തിന്മകളെ തൊട്ട് നമ്മൾ ആളുകളെ വിലക്കിക്കൊണ്ടേയിരിക്കുക. ഇത് നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ച കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഹുസിബ ഉസിബ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി കൊണ്ടാണ് ഹിസാബ് നടത്തുന്നത് എങ്കിൽ, ഞാനിതാ നിനക്ക് ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, എന്നിട്ട് നീ എത്ര കണ്ടാണ് അതിന് മറുപടി എന്നുള്ള നിലക്ക് ശുക്ർ ചെയ്തത് എന്നുള്ള നിലക്കാണ് ഹിസാബ് നടത്തുന്നത് എങ്കിൽ ഉസിബ. ഒരാളും പിന്നെ രക്ഷപ്പെടൂല, എല്ലാവരും ശിക്ഷിക്കപ്പെടും. ഒരു ഹദീസിൽ കാണാം, ഉഹുദ് മലയോളം നന്മകൾ ചെയ്ത ഒരു മനുഷ്യൻ. ഉഹുദ് മല നമുക്കറിയാം, ഹജ്ജിനും ഉംറക്കൊക്കെ പോയി കണ്ട ആളുകൾക്ക് അറിയാം, 8 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പർവ്വത നിരയാണ് ഉഹുദ് മല. അത്ര കണ്ട് നന്മകൾ ചെയ്ത ഒരു മനുഷ്യൻ സ്വർഗത്ത്, അയാൾ ഇങ്ങനെ പരലോകത്ത് വരുമ്പോ അള്ളാഹ് പറയുന്നതാണ്, എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്ത് കയറിക്കോന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹിനോട് അയാൾ തിരിച്ചു ചോദിക്കുന്നു, എന്തിനാ പഠിച്ചാൽ എന്റെ ഔദാര്യത്തിന്റെ ആവശ്യം, ഇത് മുഴുവന്റെ അമലല്ലേ എന്നാണ്. ഈ അമല് മുഴുവൻ ഞാൻ ചെയ്ത് കണ്ട് അല്ലേ വന്നത് എന്നാണ്. അപ്പൊ അള്ളാഹു മലക്കളോട് പറയുന്നതാണ്, ഞാൻ ചെയ്തു കൊടുത്ത, അവന് ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹത്തെ അവന്റെ കർമ്മഫലങ്ങളുമായി കൊണ്ട് നിങ്ങളൊന്ന് തുലനം ചെയ്യുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുള്ള കേൾവി എന്ന് പറയുന്ന അനുഗ്രഹം മാത്രം എടുക്കുന്നതാണ്. ആ കേൾവിയെ ഈ അദ്ദേഹത്തിന്റെ അമലുമായി കൊണ്ട് താരതമ്യം ചെയ്യുമ്പോൾ കേൾവി എന്നത് ഉഹുദ് മലയോളം വലിപ്പമാവുകയും അവൻ കൊണ്ടുവന്ന ഉഹുദ് മലയോളമുള്ള അമലുകൾ കടുകുമണിയോളം ചെറുതായി തീരുകയും ചെയ്യുന്നതാണ്. ഞാൻ ചെയ്തു തന്ന ഒരു അനുഗ്രഹത്തിന് പോലും നിനക്കെത്താൻ കഴിഞ്ഞിട്ടില്ല, മാന്യമായ നിലക്ക് ശുക്ർ ചെയ്യാൻ കഴിഞ്ഞിട്ട് ഞാൻ നരകത്ത് പോയിക്കൊന്നറിയുന്നതാണ്. അപ്പൊ പറയുന്ന, പഠിച്ചോനെ എനിക്ക് എന്റെ അമലോട് സ്വർഗത്ത് പോണ്ട, എന്റെ ഔദാര്യം കൊണ്ട് പോയാൽ മതി എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ വലിയതായി തോന്നുന്നുണ്ടോ, നമ്മൾ കുറെ സ്കെച്ചിനുണ്ട്, കുറെ നേരം ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഉറക്കൊഴിച്ച് ഉത്തർക്കുന്നുണ്ട്, ദിക്റലുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒറ്റ അനുഗ്രഹം, ആ ഒരു അനുഗ്രഹത്തിന് പോലെ തുല്യാവൂല എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ അത് അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകിയതുകൊണ്ടാണ്, അല്ല നമ്മളാരും എന്തല്ല കഴിവല്ല. മഹാനായ അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുനനിലും ഇമാം തബറാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ കബീറിലും ഇമാം ബഗവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുഅ്ജബു സഹാബയിലും ഒക്കെ ഉദ്ധരിച്ച നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണല്ലോ. ബനി അബ്ദുൽ ഖൈസിൽ നിന്ന് മുസ്ലിമായി കൊണ്ട് ആ സമൂഹം മൊത്തം നബിയുടെ അടുക്കലേക്ക് വന്നപ്പോ അവർ മദീനയിലെത്തിയപ്പോ നബിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും അതുപോലെ തന്നെ നബിയെ ഉമ്മ വെക്കാനും നബിയെ സ്പർശിക്കുവാനും ഒക്കെയുള്ള താല്പര്യം കൊണ്ട് ഒന്നും നോക്കാതെ ഇറങ്ങി, ഒട്ടകത്തുമെന്ന് ഇറങ്ങി ഓടി. പല കൂട്ടത്തിലെ പല നേതാവായിരുന്നു അഷജ് അബ്ദുൽ ഖൈസ്. അദ്ദേഹം ഒഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ ഭയങ്കര ധൃതിയും വക്കാണവും കൂട്ടിക്കൊണ്ടാണ് നബിന്റെ അടുത്ത് ഓടിച്ചെല്ലുന്നുണ്ട്. അഷദ് അബ്ദുൽ ഖൈസ് അദ്ദേഹം ആ ഒട്ടകപ്പുറത്തുനിന്ന് സാവകാശം ഇറങ്ങി, വസ്ത്രമൊക്കെ നന്നാക്കി, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വിവേകത്തോടു കൂടിയും അവധാനതയോടുകൂടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നപ്പോ അഷജിനോട് അല്ലാഹു റസൂൽ പറഞ്ഞു, യാ അഷജ് അബ്ദുൽ ഖൈസ് ഇന്ന ഫീക ഖസ്ലതൈൻ,
അഷജ്ജ, നിന്റെ അടുത്ത് രണ്ട് സ്വഭാവങ്ങളുണ്ട്. യുഹിബ്ബുഹല്ലാഹു വറസൂലുഹു. ആ സ്വഭാവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞത് അൽ ഹിൽമു വൽ ഉനാസ്. മറ്റൊരു റിപ്പോർട്ടുള്ള അൽ ഹിൽമു വൽ ഹയാ. ഒന്ന് വിവേകമാണ്, രണ്ടാമത്തെ അവധാനതയാണ്. ഒന്ന് വിവേകമാണ്, രണ്ടാമത്തത് ലജ്ജയാണ്. അവധാനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങള് പെട്ടെന്ന് ചെയ്യുന്നതിന് പകരം ആലോചിച്ചിട്ട് എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ നിലക്ക് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്നത്. അപ്പൊ അഷജ് തിരിച്ചു വെച്ചൊരു ചോദ്യമുണ്ട് നബിനോട്. ഇത് നബിയെ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത സ്വഭാവങ്ങളാണോ അതല്ലെങ്കിൽ അള്ളാഹ് എനിക്ക് തന്ന സ്വഭാവമാണോ എന്നാണ്. അല്ലാത്തൊരു ചോദ്യമാണ് ചോദ്യം. നമ്മളൊക്കെ പറയാക്കെ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത സ്വഭാവമാണെന്ന്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഗുണങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ പറയാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയാം എന്താക്കെ വാപ്പകാരന്മാരായിട്ട് അങ്ങനെ തന്നെ എൻ്റെ വാപ്പി അങ്ങനെ തന്നെ അങ്ങനെയല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ബല, അങ്ങനെ എല്ലാ കാര്യം നീ ഉണ്ടാക്കിയതല്ല, അള്ളാഹ് എനിക്ക് തന്നതാണെന്നാണ്. അപ്പോ അഷജ് പറഞ്ഞു അൽഹംദുലില്ലാഹ് അല്ലദീ അഅതാനി, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, അവൻ എനിക്ക് നൽകിയിരിക്കുന്നു. എന്ത് നൽകിയിരിക്കുന്നു? അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഇഷ്ടപ്പെട്ട രണ്ട് സ്വഭാവങ്ങൾ നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതി എന്നാണ്. അപ്പൊ നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ ഒരിക്കലും ആ നന്മയിൽ, അതല്ലെങ്കിൽ നമുക്ക് നല്ല സ്വഭാവമായി കൊണ്ട് തോന്നുന്ന നമ്മുടെ സ്വഭാവങ്ങളിൽ നമ്മൾ എന്താൻ പാടില്ല, നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. അത് അള്ളാഹ് നമുക്ക് നൽകിയിട്ടുള്ള തൗഫീഖാണ്. ആ തൗഫീഖ് ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ കൂടുതൽ വിനയാനീതരായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അതല്ല ഞാനൊക്കെ ഭയങ്കര സംഭവമാണ്, എന്റെയൊക്കെ സ്വഭാവം ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ അവിടെ കയറിയൊരു കിബറാണ്. അതോടുകൂടി ഇതൊക്കെ പൊളി ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മൻ ഹുസിബ ഉസിബ. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ബദലായി കൊണ്ടെങ്ങാനും അള്ളാഹു നമ്മളോട് കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചിലാവൂല എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര കണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചാലും, എത്ര കണ്ട് ഇബാദത്ത് ചെയ്താലും, എത്ര കണ്ട് ക്ഷീണിച്ചാലും അതൊന്നും പരലോകത്ത് ചെല്ലുമ്പോ വല്ലാതെ ഉണ്ടാവൂല. ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹ് നമുക്ക് നൽകിയതിന്റെ മുമ്പിൽ ഒന്നുമാവുകയില്ല എന്നതാണ്. അവിടെയാണ് കാലത്ത് ആയിഷ. അപ്പോ ആയിഷ ബീവി ചോദിച്ചു, നബി അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയണത് മൻ ഹുസിബ ഉദിബ, അല്ലാഹ് ഇങ്ങനെ പറഞ്ഞില്ല. അവലൈസ യഖൂലുല്ലാഹു തആല ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. അല്ലാഹ് പറഞ്ഞല്ലോ എന്ത്, അവനെ വളരെ എളുപ്പമുള്ള രൂപത്തിലുള്ള കണക്ക് നോട്ടമാണ് അവനെ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതും ഇതും തമ്മിൽ എതിരായി വരൂലേ എന്ന് ആയിഷ ബീവി ഒരു ചോദ്യം. അപ്പൊ കാലത്ത് ആയിഷ ബീവി പറയാം, കാല നബി പറഞ്ഞു, ഇന്നമാ ദാലികൽ അർദു വലാകിൻ മൻ നൂഖിശൽ ഹിസാബ് യുഹ്ലക്. അത് എളുപ്പമുള്ള ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താ, കിതാബ് മുമ്പിലൊന്നും ഇങ്ങനെ കൊണ്ടാണ് തുറന്നിച്ച് കാണിച്ചു തരും. നോക്കിക്കട്ട കണ്ടില്ലേ എന്ന് കൂട്ടിക്കും. അതാണ്. അതെങ്ങാനും ഓരോന്ന് എടുത്താണ് ഇതെന്തെങ്ങനെ 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 ഇങ്ങനെ എങ്ങനെന്നെങ്ങാനും മന്നൂഖിഷ് ആർതെങ്കിലും അങ്ങനെ ചികഞ്ഞന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യുഹ്ലക്, അവൻ നശിപ്പിക്കപ്പെടുന്നു, പിന്നോം കഴിച്ചിലാവൂല. അപ്പൊ ഹിസാബ് യസീറ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറള് അഥവാ ആ ഗ്രന്ഥം അവന്റെ മുമ്പിൽ കാണിച്ചിട്ട് ഇതൊക്കെ എന്റെ തന്നെ ആണല്ലോ എന്ന് ചോദിക്കും. നേരത്തെ ചോദിച്ച മാതിരി അത് തന്നെയാണ്. കഴിച്ചിലാവും തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ ചില ആളുകളോട് പറയും എനിക്ക് ഞാൻ പുറത്തു നിൽക്കണം, കാരണം അള്ളാഹുവിന്റെ പാപമോചനത്തിന് അവൻ അർഹനായിരുന്നു, അങ്ങനെ സ്വർഗത്തിൽ പോകും. ചില ആൾക്കാരുടെ നരകത്തിൽ പോകും പറയും അവൻ അതിന് അർഹനല്ല. അതവന് ബോധ്യപ്പെടും. എന്താ ഓനെ സ്വർഗത്തേക്ക് ഇന്ന നരകത്തേക്ക് അവിടെ പണ്ട് മുഅ്തസിലികൾ അങ്ങനെ ആലോചിച്ചത്. മുഅ്തസിലികളുടെ കഥ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് ഈ അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഉമ്മയെ കല്യാണം കഴിച്ച ആളായിരുന്നു അബു അലി അൽ ജുബ്ബായി.
അബു അലി അൽ ജുബായി മുഅ്തസിലിയാക്കളുടെ നേതാവായിരുന്നു. പിന്നീട് ആ പിതാവിൽ മറ്റൊരു ഭാര്യയിൽ ഉണ്ടായിരുന്ന മകളെയാണ് അബുൽ ഹസൻ അശ്അരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. അതോടുകൂടി എളാപ്പിയാണ് അമ്മോശനുമാണ്. ഇവർ തമ്മിലൊരിക്കൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചർച്ച വന്നതാണ്. അയ്മലാണ് മുഅ്തസിലിയത്ത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അബുൽ ഹസൻ അശ്അരി എന്താക്കുന്നുണ്ട്, മുഅ്തസിലിയത്തിൽ നിന്ന് പോരുന്നത്. മറ്റത് അമ്മോശന്റെ മദ്ഹബിലുണ്ട്. ചർച്ച 3 ആളുകൾ നാളെ പരലോകത്ത് എത്തേണ്ടതാണ്. ഒരു കുട്ടി, ഒരു യുവാവും ഒരു വയസ്സനും. അങ്ങനെ ഒരാളെ നരകത്തേക്കാണ് ചർച്ചയിലുള്ളത്. അങ്ങനെയാണ് 2 ആള് സ്വർഗത്തേക്കുള്ളതുകൊണ്ട് ഒരു കുട്ടിയുണ്ട്, അതേപോലെ തന്നെ നരകത്തേക്കുള്ള ആളുണ്ട്. അപ്പോ വയസ്സനായ ആള് നല്ല കുറെ കാലം ജീവിച്ച് കുറെ അമലൊക്കെ ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം എന്താക്കി അള്ളാഹ് കൊടുത്തു. മറ്റേ നരകത്തേക്ക് പോണ ആളും പിന്നെ ഇനി സ്വർഗത്തേക്ക് പോണ യുവാവുണ്ട്. അപ്പൊ സ്വർഗത്തേക്ക് പോണ യുവാവിനെ സ്വർഗത്തേക്ക് പറഞ്ഞയച്ചപ്പോ യുവാവ് അള്ളാഹിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് പഠിച്ചോനെ ആ വയസ്സന്റെ മാതിരി എനിക്കും ജീവിക്കാൻ അവസരം കിട്ടിയെങ്കിൽ അയാളെക്കാൾ മുമ്പ് ഞാൻ പോകുകയില്ലല്ലോ. ഇപ്പൊ ഞാൻ യുവാവായതുകൊണ്ടല്ല, മൂപ്പർക്ക് എത്തിയ അവൾക്ക് ഞാൻ എത്താത്തത്, എന്നെ ആദ്യം മരിപ്പിച്ചതുകൊണ്ടല്ലേ, അപ്പൊ എന്റെ കുറ്റല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ യുവാവിനോട് അള്ളാഹ് പറഞ്ഞു എന്നാണ്, എനിക്ക് അവസരം നൽകിയിരുന്നെങ്കിൽ ഇനി അവസരം നൽകിയിരുന്നെങ്കിൽ ഇതെന്തൊക്കെയായിരുന്നു, നരകത്തേക്ക് പോണ പണിയെടുക്കഴിഞ്ഞ് അങ്ങനെ നീ നരകത്തേക്ക് പോയിരുന്നു, അതുകൊണ്ട് തന്നെ എന്താക്കി മരിപ്പിച്ചതാണ്. അപ്പൊ നരകത്തേക്ക് പോണ ആള് അള്ളാഹിനോട് ചോദിച്ചു, എന്നെ ആദ്യം തന്നെ മരിപ്പിച്ചൂടെ, പിന്നെ എങ്ങനെ ഇന്നെ മാത്രം അവ പടച്ചോൻ കുടുങ്ങി. ഇതുപോലെ നമ്മൾ നടന്ന ചർച്ചയാണ് ആരമ്മൽ. അതായത് ഈ ഹിസാബിനെയും സുആലിനെയും അതുപോലെയുള്ള ഇത്തരം കാര്യങ്ങളെയൊക്കെ സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിക്കുക, എന്നിട്ട് ആ ബുദ്ധിക്കനുസരിച്ച് അള്ളാഹ് അങ്ങനെ കാര്യം പറയാ, അള്ളാഹ് എങ്ങനെ കാര്യം പറയാ എന്നൊക്കെ ചർച്ച ചെയ്ത ആൾക്കാരാണ് ഈ മുഅ്തസിലിയാക്കൾ. അബൂ അലി ജുബായിയാണ് അതിന്റെ നേതാവ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അർള് ആണ്. അർള് വേറെയാണ്, നോക്ക്. അത് ആ നിലക്ക് ഹിസാബെങ്ങാൻ അള്ളാഹ് നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിലൊരാളും കഴിച്ചിലാവുകയില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇജ്മാവും അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ഹദീസുകളിലും മറ്റുമൊക്കെ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഹിസാബുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചർച്ചകളിൽ കാണാൻ കഴിയുന്നത്, ഈ ഹിസാബി എന്നത് അതെല്ലാവർക്കും ഉള്ളതാണോ, അതല്ല മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണോ എന്നതാണ്. അതില് വിശുദ്ധ ഖുർആനിൽ ഒന്നാമത്തെ ആളുകൾ പറഞ്ഞ ഹിസാബ് യൗമുൽ ഖിയാമയിൽ അതെല്ലാവർക്കും ഉണ്ട്, അതില് വ്യത്യാസമൊന്നുമില്ല. മുഅ്മിന് കാഫിർ എന്നുള്ള നിലക്ക് വ്യത്യാസമൊന്നുമില്ല. ആ നിലക്ക് അഭിപ്രായമുള്ള ആളുകളുണ്ട്. അതിന് അവർ ധാരാളം തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ട്, അവരുടെ അടുക്കലുണ്ട്. ഖിയാമത്ത് നാളിൽ തന്നെയാണ് ആ ഹിസാബ് നടക്കുക. രണ്ടാമത്തത് വിഭാഗം പറഞ്ഞ എന്താ വെച്ചാൽ, ഖിയാമത്ത് നാളിൽ ഹിസാബ് ഉള്ളത് അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്, മറ്റതൊക്കെ എന്താക്കിയിട്ടുണ്ട്, പണ്ടേ കഴിഞ്ഞു പോയതാണെന്നാണ്. കാരണം അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിച്ചപ്പം ബലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വേറെ ടീം എന്താക്കിയിട്ടില്ല, അത് അന്നേ അംഗീകരിച്ചിട്ടില്ല. ഇനിയിപ്പോ ഓലോട് ഇനി വേറെ എന്തില്ല, കണക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓല അന്ന് അംഗീകരിച്ചിട്ടില്ല, എന്നിട്ട് ഓല അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ബല എന്ന് പറഞ്ഞു, അതേ എന്ന് പറഞ്ഞ ആൾക്കാർ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞിമെന്ന് ഇഞ്ഞ് തെറ്റിക്കണമെന്നുള്ള കണക്കാണ് എന്താക്കുള്ളത്, നോക്കാനുള്ളത് എന്ന ചർച്ചകളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അമലാണോ ഹിസാബ് ചെയ്യപ്പെടുന്നത്, ഓനെയാണോ തൂക്കാന്നൊക്കെയുള്ള രൂപത്തിലുള്ള ചർച്ചകളിൽ രണ്ടുമുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോ
ആദ്യമായി കൊണ്ട് ഹിസാബ് നടത്തൽ എന്തിന്റെ വിഷയത്തിലാണ്? അങ്ങനെ വരുമ്പോ അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അവ്വലുമാ യുഹാസിബു ബിഹി അൽ അബ്ദു അസ്സലാ, ആദ്യമായി കൊണ്ട് കണക്ക് നോക്കുക നിസ്കാരത്തിന്റെ വിഷയത്തിലായിരിക്കും എന്നാണ്. എന്നാൽ അവ്വലുമാ യുഖ്ളാ ബൈനൻ നാസി ഫിദ്ദിമായി, ആളുകൾക്കിടയിൽ ആദ്യമായി വിധിക്കപ്പെടുക കൊലപാതകത്തിന്റെ വിഷയത്തിലുമായിരിക്കും. കണക്ക് ആദ്യം നോക്കുക നിസ്കാരത്തിൻ്റെതായിരിക്കും, വിധി ആദ്യം വരിക കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം നസായി റഹിമഹുല്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ടാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവ്വലു മാ യുഖ്ളാ ബൈനൻ നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ, അനർഹമായി ചൊരിഞ്ഞ രക്തത്തിന്റെ വിഷയത്തിലായിരിക്കും ആദ്യമായി കൊണ്ട് അല്ലാഹു പരലോകത്ത് വിധി പറയുക എന്നതാണ്. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിലാണ് ആദ്യം കണക്ക് നോക്കൽ. ആ കണക്കിൽ പാളിക്കഴിഞ്ഞാൽ മൊത്തം പാടും. അവിടെ നിസ്കാരം എന്നുള്ളത് അത് നമ്മളെപ്പോഴും അതിന്റെ കൃത്യതയോടുകൂടി നിലനിർത്തേണ്ടതാണ്. റമദാൻ അതിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളുള്ളത്. റമദാൻ മാസത്തിൽ ജമാഅത്ത് നിസ്കാരത്തിനും അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾക്കും രാത്രി നിസ്കാരങ്ങൾക്കൊക്കെ നമ്മൾ നൽകിയിട്ടുള്ള വലിയ ഗൗരവമുണ്ട്. അത് ചൊവ്വാൽ മാസം കാണുന്നതോടുകൂടി ഇല്ലാതാകരുത്. ചൊവ്വാൽ മാസം കാണുന്നതോടുകൂടി അത് ഇല്ലാതാകരുത്. റമദാൻ 30 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കളരിയായി തന്നതാണ്. ആ കളരിയിൽ അഭ്യസിച്ച നമ്മൾ ഇനി റമദാൻ കഴിഞ്ഞ് അള്ളാഹു നമുക്ക് അവസരം നൽകുകയാണെങ്കിൽ അടുത്ത 11 മാസം ഈ കളരിയിൽ അഭ്യസിച്ച പാഠങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. റമദാൻ കഴിഞ്ഞതോടുകൂടി രാത്രി നിസ്കാരം തീർന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, ഇതര നിസ്കരിച്ച രാത്രി നിസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. കാരണം ഒരു അമൽ അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ തെളിവായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അതിന്റെ നൈരന്തര്യത്തെ പിന്നീട് അയാൾക്ക് ലഭിക്കുന്നതാണ്. അത് പിന്നെ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടാൻ പറ്റും. 11 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു 9 റക്അത്ത്, അതിന് കഴിയാത്തവനൊരു 7 റക്അത്ത്, അതിനും കഴിയില്ലെങ്കിൽ ഒരു 5, അതിനും കഴിയില്ലെങ്കിൽ ഒരു 3 റക്അത്ത് സ്ഥിരം ഇല്ല, അതിനും കഴിയൂല. എന്നാൽ ഇശാഇന്റെ 2 റക്അത്ത് സുന്നത്ത് കഴിഞ്ഞതിന്റെ ശേഷം 1 റക്അത്തെങ്കിലും ഒരു 11 മാസം നിലനിർത്താൻ കഴിഞ്ഞാൽ അത് നമ്മുടെ രാത്രി നിസ്കാരങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുണ്ട് എന്നതിന് ഉള്ളൊരു തെളിവാണ്. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് എന്താക്കാൻ കഴിയണം? നൈരന്തര്യത്തെ നിലനിർത്തുവാൻ കഴിയേണ്ടതുണ്ട്. കാരണം പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കാറുള്ളത് നീതിയുടെ തുലാസാണ്. അവിടെ ആരോടും അല്ലാഹു ഒരു അക്രമവും ചെയ്യുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ. ഖിയാമത്ത് നാളിൽ നീതിയുടെ തുലാസാണ് നാം സ്ഥാപിക്കുക. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഒരാളോട് ഒന്നും എന്താക്കൂല, അക്രമം ഉണ്ടാവില്ല എന്നാണ്. ഇവര് തരുമ്പോ അക്രമം ചെയ്യൂല. അപ്പൊ മീസാനുണ്ട്. മീസാനിലാണ് എന്ത് ആളുകളുടെ അമല് തൂക്കുക, അല്ലെങ്കിൽ ആളുകളെ തൂക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള സംവിധാനം. 2 തട്ടൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലുള്ള തുലാസാണ് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. പേരുകൊണ്ട് 2 തുലാസാണ്, 2നും 2 തട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വിചാരിച്ച സാധനം ആവൂല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം, വൽ വസ്നു യൗമ ഇദിനിൽ ഹഖ് ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫത് മവാസീനുഹു ഫഉലൈക അൽദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. അതായത് അന്ന് ഉള്ള തൂക്കമെന്ന് പറയുന്നത് അത് യഥാർത്ഥ തൂക്കമാണ്.
ഒരു പണത്തൂക്കം അങ്ങോട്ട് ഏറെ ഉണ്ടാവില്ല, ഒരു പണത്തൂക്കം കുറവുണ്ടാവില്ല. എന്നിട്ട് പറയാം ഫമൻ സഖുലത് മവാസീനുഹു, ആരുടെയെങ്കിലും കർമ്മഫലങ്ങളിൽ നന്മ കൊണ്ട് ഭാരം തൂങ്ങിക്കഴിഞ്ഞാൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളവർ. വമൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെയെങ്കിലും നന്മയുടെ കർമ്മഫലങ്ങൾ ഭാരമില്ലാത്തതായി തീർന്നാൽ ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവരാകുന്നു സ്വന്തം നിലക്ക് നശിച്ചുപോയ ആളുകൾ. ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ, അവർ നമ്മുടെ ആയത്തുകളോട് അക്രമം പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു എന്നാണ്. കാരണം ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതിനെ കൊണ്ടുവരാനും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തുവാനും തയ്യാറായില്ല എന്നുള്ളതാണ്. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. അന്ന് കണക്ക് നോക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ കനം തൂക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഒരു കടുകുമണിയുടെ വലിപ്പമുള്ള അതല്ലെങ്കിൽ ഭാരമുള്ളതാണ് എങ്കിൽ പോലും അത് കൊണ്ടുവരും. നന്മയാണെങ്കിൽ നന്മ, തെറ്റാണെങ്കിൽ ആ തെറ്റ് കടുകുമണിയോളം ഭാരമുള്ളതാണെങ്കിലും കൊണ്ടുവരുന്നതാണ്. അപ്പൊ അമലുകൾക്ക് ഭാരമുണ്ട്, നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾക്ക് ഭാരമുണ്ട്. അത് വെറും എന്തല്ല, ശബ്ദമല്ല. അത് ഭാരമുണ്ടാകല് നമ്മുടെ ഇഖ്ലാസിനും അതുപോലെ തന്നെ നമ്മുടെ ഈമാനിനും നമ്മുടെ പ്രതിഫലേച്ഛക്കും ഒക്കെ എത്ര കണ്ട് ഭാരമുണ്ടോ അത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കലിമതാനി ഖഫീഫതാനി ലിൽലിസാൻ വഹബീബതാനി ഇലർ റഹ്മാൻ വസഖീലതാനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നാവിന് ചൊല്ലാൻ വളരെ എളുപ്പമുള്ള രണ്ട് വാക്കുകൾ, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ, നാളെ പിറ്റേന്ന് പരലോകത്ത് വരാനിരിക്കുന്ന മീസാനിൽ വലിയ ഖനമുള്ള രണ്ട് വാക്കുകൾ പഠിപ്പിച്ചു തന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എന്താ പോയി ചൊല്ലാൻ വല്ല മെനക്കെടുണ്ട്? ഒരു മെനക്കെടുമില്ല. പക്ഷെ നമുക്ക് ചെല്ലാൻ കഴിയലുണ്ടോ എന്നുള്ളതാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്ന ആ പദം, ആ ദിക്ർ, അത് മീസാനിനെ നിറക്കുന്നതാണ്. അപ്പോ ദിക്റുകൾ കൊണ്ട് നമ്മുടെ മീസാനുകൾ കനം തൂക്കുവാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ അമലുകൾ കൊണ്ട് നമുക്ക് മീസാനിനെ കനം തൂക്കുവാൻ കഴിയണം. എന്നാൽ ഈ മീസാൻ എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. അതൊരു അതിൽ നീതിയുടെ ഭാഗമായി കൊണ്ട് അവിടെ കാര്യങ്ങളൊക്കെ നടക്കും. അത് തുലാസിൽ തൂക്കലൊന്നും ആവൂല എന്നതാണ് ഖാദിയത്തുൽ ജബ്ബാറിൽ മുഅ്തസിലിയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുഅ്തസിലിയാക്കൾ ഇതിനെ നിഷേധിച്ച ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്താക്കണം, അങ്ങനെ മീസാൻ ഉണ്ട് തന്നെ വിശ്വസിക്കണം. ആ മീസാനിൽ കനം തൂക്കും. അതാണ് ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്നല്ലാഹു പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്, അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ സിംഹാസനം അത് വെള്ളത്തിന്റെ മുകളിലാണ്. അതായത് ഏഴ് ആകാശത്തിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദ്രം എന്താക്കിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്നാം ആകാശത്തിൽ നിന്ന് രണ്ടാം ആകാശത്തിലേക്ക് എത്ര ദൂരമുണ്ടോ അത്ര ദൂരമുണ്ട് ഏഴാം ആകാശത്തിന്റെ മുകളിൽ ആ സമുദ്രത്തിലേക്കുള്ള ദൂരം. പിന്നെ ആ സമുദ്രത്തിന്റെ മുകളിൽ നിന്നും എത്രയോ മുകളിൽ എന്ന് പറഞ്ഞാൽ ഒരാകാശം രണ്ടാകാശങ്ങൾക്കിടയിൽ എത്ര ദൂരമുണ്ടോ ആ ദൂരം മുകളിലാണ് അർശുള്ളത്. അതിനെ കുറിച്ചാണ് അലൽമ എന്ന് പറഞ്ഞാൽ. അലൽമ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മേലെ തട്ടിക്കണെന്ന് വിചാരിച്ച് നിൽക്കണ്ടെന്ന്.
അപ്പൊ മുകളിൽ എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിഹത്തുണ്ട്, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ജിഹത്തില്ല. ജിഹത്ത് പറഞ്ഞ ഭാഗം എന്നുള്ളത് ഒരു സൃഷ്ടിയാണ്. വലത് ഇടത് മുമ്പില് പിന്നില് മേലെ താഴെ എന്നൊക്കെ പറഞ്ഞ് നമ്മള് എന്താണ് പറയാ 6 ഡയമെൻഷൻ പറയാറുണ്ട്. അത് സൃഷ്ടിയാണ്. നമുക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി മുകളിൽ എന്ന് പറഞ്ഞു. അപ്പൊ ആ നിലക്ക് അർശുഹു അലൽ മാ വബിയദിഹി അൽ ഉഖ്റ അൽ മീസാൻ, അല്ലാഹുവിന്റെ മറ്റു കൈയിലുള്ളത് മീസാനാണ്. അത് യഖ്ഫിദു വയർഫഉ, അത് താഴുകയും പൊന്തുകയും ചെയ്യുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ അള്ളാഹ്ക്ക് കൈയുണ്ട്, അത് അള്ളാഹിന്റെ സിഫത്താണ്. അവയവമായി കൊണ്ട് നമ്മൾ കാണരുത്. ഇപ്പൊ പേരടുസ്താദിനെ പോലത്തെ ആൾക്കാരൊക്കെ അത് അവയവമായി കണ്ടു വ്യാഖ്യാനിച്ചതുകൊണ്ടാണ് എന്ത് മുജാഹിദുകളെല്ലാം അത് വികലാംഗനാണെന്നൊക്കെ പറയേണ്ട കാരണം. അള്ളാഹ്ക്ക് കൈകളുണ്ട് എന്നത് വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അള്ളാഹ്ക്ക് കൈയുണ്ടത് ഇവിടുത്തെ സമസ്തക്കാർ അംഗീകരിക്കൂല. ഓല് പറ കഴിവ് എന്നാ പറയാ, ശക്തി ഇതൊക്കെയാണ് ഇതിനൊരർത്ഥം പറയാം. നമ്മള് വിചാരിച്ചിടത്തൊന്നല്ലല്ലോ ഉള്ളത്. അള്ളാന്റെ അസ്മാഉ സിഫാത്തിന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ ആകെ സമസ്തക്കാര് അംഗീകരിക്കേണ്ടത് 7 സിഫത്ത് അംഗീകരിക്കുള്ളൂ. എങ്ങനെ അംഗീകരിക്കുക? അതുപോലെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അംഗീകരിക്കാനുള്ള കാരണം. അള്ളാഹ് പറഞ്ഞു അള്ളാന്റെ റസൂല് പറഞ്ഞു എന്നുള്ളതല്ല. നമുക്കത് വേറെ പഠിക്കാനുള്ളതാണ്. ഇപ്പൊ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അഖീദത്തു തദ്മുരിയ്യ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ആ തദ്മുരിയയിൽ ആ കാര്യം മൊത്തം അദ്ദേഹം പൊളിച്ച് കൈക്ക് കൊടുക്കുന്നുണ്ട്. തദ്മുർ എന്ന് പറഞ്ഞ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം എഴുതി കൊടുത്ത ഗ്രന്ഥമാണ്. കാരണം അവിടെ പണ്ട് ഈ അശായിറത്തിന്റെയും ഖദരിയത്തിന്റെയും മുഅ്തസിലിയത്തിന്റെയും എന്താ പറയാ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആളുകൾക്ക് ഇതിലെ ഹക്ക് ഏതാണ് ബാത്തിൽ ഏതാണെന്ന് അറിയാതെ ഹക്കും ബാത്തിലും തമ്മിൽ ആകെ കൂട്ടിക്കൊള്ളുകയൊക്കെ ചെയ്തപ്പോ ഒരിക്കൽ അദ്ദേഹം ഒരു പള്ളിയിൽ ഈ സംഭവം ക്ലാസ് എടുത്ത സമയത്ത് ആ തദ്മുറിൽ നിന്ന് വന്ന കുറെ ആൾക്കാർ ഇത് കേട്ടപ്പോ ഇത് തിരക്കടില്ല, ഇതൊരു പുസ്തകമായി കിട്ടിയിക്കണമെങ്കിൽ നമ്മളെ നാട്ടിൽ പോയി ഇതിന് വായിച്ചു കൊടുത്താൽ നമ്മളെ പ്രശ്നം തീരുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. അപ്പൊ മീസാൻ എന്ന് പറയുന്നതും അള്ളാഹു സ്ഥാപിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൈകളിലാണ് മീസാൻ ഉള്ളത് എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന് കൈകളുണ്ട് എന്നത് അതിന്റെ രൂപം എന്താ നമുക്കറിയില്ല, കോലെന്താ നമുക്കറിയില്ല. കാരണം അള്ളാഹിന്റെ ദാത്തിന്റെ കൈഫ്, അള്ളാഹുവിന്റെ സത്തയുടെ രൂപം അറിയാത്തത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സിഫത്തിന്റെ രൂപം അറിയാന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സുആലുനഹു ബിദ്അ, അതിന്റെ കൈഫിയത്തിനെ കുറിച്ച് ചോദിക്കൽ ബിദ്അത്താണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇനി മീസാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫതൂലഉൽ സിജില്ലാത്തു ഫീ കിഫത്തിൻ വൽ ബിതാഖത്തു ഫീ കിഫത്തിൻ ഫതാശത്തിൽ സിജില്ലാത്തു വസഖലത്തിൽ ബിതാഖ ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹി ഷൈഉൻ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് കിതാബ് തൗഹീദ് പഠിച്ച കാലത്ത് ഹദീസ് ബിതാഖ, ബിതാഖന്റെ ഹദീസ് എന്നാണ്. 70ഓളം വരുന്ന കണ്ണെത്താ ദൂരം വരെ നീളമുള്ള തിന്മകളുടെ വലിയ ഫലകങ്ങൾ അതിന്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ചോദിക്കും ഇത് എന്റെ തന്നെ അല്ലേ എന്നാണ്. എന്റെ തന്നെയാണ്. കഴിച്ചിലാകാൻ വല്ലതുണ്ടോ എന്നാണ്. ഒന്നുമില്ലേ നോക്കുന്നതാണ്. അങ്ങനെ മലക്കളോട് നോക്കാൻ ആവശ്യപ്പെടും. അപ്പൊ അതിന്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ കാർഡ് ഇങ്ങോട്ട് പുറത്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ആ ചെറിയ കാർഡ് എടുക്കുമ്പോ ഇവന് അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, പഠിച്ചോനെ ഈ കണ്ണെത്താ ദൂരം വരെ വിശാലമായി കിടക്കുന്ന ഈ ഫലകങ്ങളുടെ മുമ്പിൽ ഈ കാർഡിന് എന്ത് വിലയാണുള്ളത്, തൂക്കാണ്ടാകാന്നാണ്. അങ്ങനെ ഈ ഫലകങ്ങൾ മൊത്തം ഒരു തട്ടിലും ഈ കാർഡ് മറ്റൊരു തട്ടിലും ഇടുമ്പോ ആ കാർഡ് ബലം തൂങ്ങുകയും ആ ഫലകങ്ങൾ ബലമില്ലാത്തതായി തീരുകയും ഖനമില്ലാത്തതായി തീരുകയും ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് അതിലുണ്ടെന്ന് വെച്ചാൽ അവന്റെ വിശ്വാസം അത്രയും ഉറച്ചതായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ആ കാർഡിലുള്ളത്. അള്ളാന്റെ ഇസ്മിനോടൊപ്പം വേറെ അതിനേക്കാളും കനമുള്ള ഒന്നും ഉണ്ടാവില്ല. ആ സംഭവത്തെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് കാണാൻ പറ്റും. ജീവിതകാലം മുഴുവൻ തെറ്റ് ചെയ്ത് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചൊരു വ്യക്തിക്ക് കിട്ടാൻ പോണ സൗഭാഗ്യതാണ്. അവന്റെ എല്ലാ അമലുകളും ഈ ഒറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താവും ഇല്ലാതെയാവും. ഏതാമല് ഓൻ ചെയ്ത എല്ലാ തിന്മകളും
അത്രയും കനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കേണ്ടതുണ്ട്, നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. നേരത്തെ 70 സിജിൽ എന്നാണ് പറഞ്ഞത്. 70 അല്ല, 99 എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. 70 എന്നുള്ളത് എൻ്റെ കൈ ഞാൻ പറഞ്ഞെടുത്ത് വന്ന പഴമാണ്. 99. അതുപോലെ തന്നെ അമലുകൾ അളക്കുമെന്ന്, അല്ല, അമലുകൾ തൂക്കി നോക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു വ്യക്തികളെയും തൂക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഒരു മനുഷ്യൻ സമീനുൽ അളീം, തടിച്ച് കൊഴുത്ത ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടുന്നതാണ്. എന്നിട്ട് ഓനല്ല തൂക്കുമ്പോ ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കം പോലും അവനുണ്ടാവുകയില്ല എന്നാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പൊ അമലുകളെയും തൂക്കും, അതുപോലെ തന്നെ ആളുകളെയും ഒക്കെ തൂക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് ഓരോന്നും അതിനനുസരിച്ചാണ് ഉണ്ടാകുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി മീസാന് ഒന്നേ ഉള്ളൂ, കൂടുതലുണ്ടോ എന്നൊക്കെയുള്ള രൂപത്തില് കാര്യങ്ങൾ ചർച്ചകളുണ്ട്. നമ്മൾ അങ്ങോട്ട് തൽക്കാലം പോണില്ല. ഇനി ഒരാൾ സത്യനിഷേധിയാണെങ്കിൽ അവന്റെ അമലിന് അള്ളാന്റെ അടുത്ത് വല്ല കനം ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ 2 അഭിപ്രായങ്ങളാണുള്ളത്. ഒന്ന്, സത്യനിഷേധികളുടെയും അമലുകളെ തൂക്കും, പക്ഷെ ആ അമലുകൾക്ക് ഭാരം ഉണ്ടാവില്ല നന്മകൾക്ക്. കാരണം നന്മയായിക്കൊണ്ട് അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അവർ വിശ്വാസികൾ ആകണമായിരുന്നു. രണ്ടാമത്തത്, അവർ ദുനിയാവിൽ വെച്ച് ചെയ്ത നന്മകൾക്ക് ദുനിയാവിൽ തന്നെ എന്താക്കിയിട്ടുണ്ടാവും, അതിന് വേണ്ടത് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അമലുകൾ തൂക്കൂല എന്നുള്ളതാണ്. കാരണം എന്താ? അതിനെ തെളിവ് പറഞ്ഞ സൂറത്തു കഹ്ഫിലെ 105-ാമത്തെ ആയത്താണ്. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. അവിടെ പറഞ്ഞു വലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ, റബ്ബിന്റെ, രക്ഷിതാവിന്റെ ആയത്തുകളെ നിഷേധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നതിനെ നിഷേധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. അത് ഖിയാമത്ത് നാളിൽ അതെന്താവൂല, അത് ഭാരമുണ്ടാവൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മൊത്തത്തിലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അമലും തൂക്കി നോക്കും. പക്ഷെ ആ തൂക്കി നോക്കുന്നതുകൊണ്ട് എന്തിനാണ്? ഓലെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, കഴിച്ചിലാക്കാനല്ല. ഇതുപോലെ തന്നെ നമ്മൾ പരലോകവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹൗദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഹൗദുൽ കൗസർ എന്നുള്ളത്. ആ ഹൗദുൽ കൗസർ അതിനെ നിഷേധിച്ച ആൾക്കാരുണ്ട് ലോകത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം എന്നുള്ളത് സ്വർഗ പൂന്തോപ്പിൽ നിന്നുമുള്ള ഒരു പൂന്തോപ്പാണ്. ഇതേ ഹദീസിന്റെ ബാക്കിയായിക്കൊണ്ട് കാണാൻ പറ്റും വ മിൻബരി അലാ ഹൗളി, വ മിൻബരി അലാ ഹൗളി, എന്റെ മിമ്പർ അത് സ്ഥാപിച്ചിട്ടുള്ളത് എന്റെ ഹൗദിന്റെ അടുത്താണ് എന്നാണ്. അതുകൊണ്ടാണ് ആ സ്വർഗപ്പൂന്തോപ്പ് എന്ന് പറയുന്ന ആ സ്ഥലം അത് എല്ലാ ഇൽമിന്റെ മജ്ലിസുകൾക്കും ഇപ്പൊ ഇതിനെന്ത് പറയാ, റിയാദുൽ ജന്ന എന്ന് പറയാം. പക്ഷെ ആ നിലയ്ക്ക് റിയാദുൽ ജന്ന എന്ന് പറഞ്ഞതല്ല, അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഇടമാണ് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ളൊരു കാരണം മിമ്പരി അലാ ഹൗദി എന്നുള്ള ഭാഗമാണ്. മാത്രവുമല്ല ഹൗദിന്റെ അടുക്കലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന, അതായത് ഹൗദ് അത് അതിന്റെ ഉറവിടം സ്വർഗത്തു നിന്നാണ്, മഹ്ശറിലാണ് അത് സംവിധാനിച്ചിട്ടുള്ളത്.
പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ കപ്പുകളുള്ളതും എന്നൊക്കെ ഹദീസുകളിൽ കൃത്യമായി അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും മഹ്ശറയിൽ ആളുകൾ വരുന്ന സമയത്ത് ദാഹിച്ച് വലഞ്ഞ് പ്രയാസപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. ആ ഹൗദിൽ നിന്നും ഒരു ഇറുക്ക് കുടിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവൻ എന്താവില്ല, എന്ന മഹ്ശറയിൽ വെച്ച് പിന്നീട് ഒരിക്കലും ദാഹം ഉണ്ടാവില്ല. അത് സ്വാഭാവികമായിട്ടും നിഷേധിക്കപ്പെടുന്ന സമൂഹമുണ്ട് ലോകത്ത്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? ബിദ്അത്ത് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഹൗദിൽ നിന്ന് കുടിക്കാൻ പറ്റില്ല. ദീനിന്റെ പേരിൽ നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയും ദീനിനെ അവർ മാറ്റിമറിക്കുകയും ചെയ്തു എന്നതാണ് അവർക്ക് ഹൗദ് നിഷേധിക്കപ്പെടാനുള്ള കാരണം എന്നുള്ള കാര്യം നമ്മൾ എന്താക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഹൗദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംക്ഷിപ്തമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അവിടെയാണ് സുഹ്കൻ സുഹ്ക, നിങ്ങൾ മാറി നിൽക്കടാ എന്നൊക്കെ എന്താക്കുന്നത് അത്തരം ആളുകളോട് പറയുന്നത്. ഇനി ആ ഹൗദ് എവിടെയാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത് എന്നൊക്കെയുള്ള വിഷയത്തിലൊക്കെ അഖീദയിലെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് സിറാത്തിന് ശേഷമാണെന്നും അല്ല സിറാത്തിന്റെ മുമ്പാണ് എന്നൊക്കെ ഉള്ള ചർച്ചകൾ കാണാം. അങ്ങനെ വരുമ്പോ എന്താണ് സിറാത്ത്, അതും കൂടി തൽക്കാലം നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സിറാത്ത് പോലെ കഴിയൂല, ഇനിയുണ്ട് ഇഷ്ടംപോലെ നമുക്ക് എന്ത് കന്തറത്തും നരകവും സ്വർഗമൊക്കെ പഠിക്കാണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് മറ്റ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ സിറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സിറാത്ത് എന്നും, അതായത് സ്വാദ് കൊണ്ടും സീന് കൊണ്ടും സിറാത്ത് എന്നൊക്കെ അറബി ഭാഷയിൽ പറയാറുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ല സിറാത്തിനെ കുറിച്ച് പറഞ്ഞത് ജിസ്റു ജഹന്നം, നരകത്തിന്റെ മുകളിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഒരു പാലാണ്. ഫലാ ത്വരീഖ ലിൽ ജന്നത്തി ഇല്ലാ സിറാത്ത്, സ്വർഗത്തേക്ക് പോകാൻ സിറാത്ത് അല്ലാത്ത വേറെ വഴിയൊന്നുമില്ല. സിറാത്തുമ്മ കൂടെ കടന്നിട്ട് തന്നെ വേണം എന്താക്കാൻ, സ്വർഗത്തേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെ അതാണ് പറഞ്ഞത്, എല്ലാ ആളുകളെയും നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്നു പറഞ്ഞല്ല. അതായത് ആ സിറാത്തിലൂടെ പോണതിനെ കുറിച്ചാണ് അത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് അള്ളാന്റെ തീരുമാനമാണ്. നരകം കണ്ടിട്ട് സ്വർഗത്തേക്ക് പോകുമ്പോഴാണ് കുറച്ചും കൂടി എന്താകുക, ആ അനുഗ്രഹത്തിന്റെ ഊക്ക് മനസ്സിലാകുക. അപ്പൊ അത് അള്ളാന്റെ ഒരു തീരുമാനമാണ്. അതിന്റെ പിന്നിൽ അള്ളാഹ്ക്ക് വേറെ കുറെ ഹിക്മത്തുകൾ ഉണ്ടാവും, നമുക്കത് അറിയില്ല. കൂടുതൽ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ സിറാത്തിനെ കുറിച്ച് പറഞ്ഞത് വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. അപ്പൊ ആ ഉറൂദ്, അതിന്റെ അടുക്കൽ എല്ലാരും വരുന്നു പറഞ്ഞു. അപ്പൊ അതിന്റെ അടുക്കൽ എന്ന് പറഞ്ഞ നരകത്തിന്റെ അടുക്കൽ എന്നാണ് ഒരു ഇമാം പണ്ഡിതന്മാർ പറഞ്ഞത്. വേറെ ആൾക്കാർ പറഞ്ഞ സിറാത്തിന്റെ അടുക്കൽ. രണ്ടാണെങ്കിലും പ്രശ്നമില്ല. കാരണം നരകത്തിന്റെ മുകളിലൂടെയാണ് സിറാത്തിനെ അള്ളാഹു സംവിധാനിച്ചതുകൊണ്ട് സിറാത്തിലൂടെ വന്നാൽ, അല്ലെങ്കിൽ സിറാത്തിക്ക് വന്നാൽ തന്നെ എന്തായി, നരകത്തിന്റെ അടുത്ത് വന്നവരായി എന്നതാണ്. അപ്പൊ ഇതാണ്. അപ്പൊ ഇവിടെ ആ അഭിപ്രായത്തിൽ ഏറ്റവും ശക്തമായ അഭിപ്രായം അന്നഹു അൽ മുറൂറു അല സിറാത്ത്, സിറാത്തിലൂടെയുള്ള ആ നടത്തത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്നതാണ്. അപ്പൊ ഇതാണ് സിറാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിനെക്കുറിച്ച് പറഞ്ഞത് വാൾത്തലപ്പിനേക്കാൾ മൂർച്ച അതിനുണ്ട്. അതുപോലെ തന്നെ സിറാത്ത് തുടങ്ങുന്ന ഇടം വളരെ ഇരുട്ട് നിറഞ്ഞതാണ്. വളരെ ലഘുവായ രൂപത്തിലുള്ള ഒരു സാധനമാണ്. അത് കാണാനൊന്നും കഴിയൂല എന്നാണ്. അത് കാണാൻ പറ്റണമെങ്കിൽ ഈമാന്റെ വെളിച്ചം വേണം. ഈമാന്റെ വെളിച്ചം അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്ക് പ്രകാശം ഉണ്ടാവും. ആ പ്രകാശത്തിൽ അത് അവൻ കാണും. ആ പ്രകാശത്തുമ്മ കൂടെയാണ് എന്താക്കുക, കഴിച്ചിലായി പോവുക. മുനാഫിക്കിനും പ്രകാശം ഉണ്ടാവും. സിറാത്തുമ്മ കണ്ടെത്തുമ്പോ എന്താവും, കടുമ്പോ ബാക്കിൽ വരുന്നോട് ചോദിച്ചു, എടാ എന്റെ പ്രകാശത്ത് നിന്ന് കുറച്ച് തരാം. ഞാൻ പറയില്ല, തരൂല. എനിക്ക് എവിടുന്ന കിട്ടിച്ച് അങ്ങോട്ട് പോയിക്കാം, അവിടെ നിന്നും കിട്ടുവയ്ക്കാരെന്നാണ്. ചില ആളുകളുടെ എന്താണ് പറയാ, ഈ തള്ളവരലിൽ മാത്രം വെളിച്ചുണ്ടാവുള്ളൂ എന്നാണ്. ഇതൊക്കെ ആ വെളിച്ചവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പണ്ഡിതന്മാര് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടത് കാണാൻ പറ്റും. ആ സിറാത്ത് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ വെളിച്ചം നിർബന്ധമാണ്.
ആ സിറാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ മുകൾ ഭാഗം നല്ല വഴുവഴുക്കലുള്ളതാണ്. എന്താ കഴിയില്ല, പിടിച്ചിക്കാൻ പറ്റൂല, തെന്നിപ്പോകുന്നതാണ്. മാത്രമല്ല ഉത്തരവാദിത്തങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ അവിടെ ഓരോ കൊളുത്തുകളായിട്ടുണ്ടാവും. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ അതൊരു കൊളുത്തായി വന്നിട്ട് അവിടെ വലിച്ചുകാട് നരകത്തേക്ക് ചാടണം. കുടുംബ ബന്ധങ്ങൾ അതിനെ വേണ്ട രൂപത്തിൽ പരിഗണിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ അതൊക്കെ സിറാത്തിലുണ്ടാണ്. ഓരോ നമ്മളെ ഭാഷ പറഞ്ഞ വണ്ടിമ്പല്യാണ്, എന്താവൂല, കഴിച്ചിലാവൂല. അവിടെയും കുറെ പരീക്ഷണങ്ങളുണ്ട്. മാത്രമല്ല അത് ശക്തമായി അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന, ഇതൊക്കെ ഹദീസില് സ്ഥിരപ്പെട്ടു വന്ന. എന്നാലോ അതിന്റെ മേൽ കൂടെ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ കഴിഞ്ഞ് എന്നാണ് പോണ ആൾക്കാരുണ്ട്. ഇതൊന്നും അറിയണില്ല, അയാൾക്കും ഈ ചൂടും ഇതൊന്നും അറിയണില്ല. നല്ല കുതിര സവാരിക്കാരൻ എങ്ങനെയാണ് കുതിരപ്പുറത്ത് പോകണം അതേപോലെ വേഗതയിൽ പോണ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മുട്ടിൽ കഴിഞ്ഞ് പോണ ആൾക്കാരുണ്ട്, നടന്നു പോണ ആൾക്കാരുണ്ട്, ഞെരങ്ങി 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 എന്താവും കടക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും ഈമാനും അമലും അനുസരിച്ചായിരിക്കും അതൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ്. അള്ളാഹു കണ്ണിമ വെട്ടുന്ന വേഗതയിൽ, മിന്നൽ വേഗതയിൽ സിറാത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ നമ്മളെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സിറാത്തിൽ കൂടെ പോകുമ്പോഴാണ് നബി എന്താക്കുന്നുണ്ട്, അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. പടച്ചോനെ കഴിച്ചിലാക്കി കൊടുക്കുക റബ്ബേ, പടച്ചോനെ കഴിച്ചിലാക്കി കൊടുക്കുക റബ്ബേ എന്നാണ് നബി നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, നബിന്റെ ഉമ്മത്തിന് വേണ്ടി. ഓരോ നബിമാരും അവരുടെ ഉമ്മത്തിന് വേണ്ടി അത് പ്രാർത്ഥിക്കും. അപ്പൊ ഓരോ നബിമാർക്കും അവരുടെ ഉമ്മത്തിനോടുണ്ടായിരുന്ന സ്നേഹത്രയാണ്. പക്ഷെ ആ നബിമാരോട് നമുക്കുള്ള സ്നേഹത്ര നിങ്ങളൊന്ന് ആലോചിച്ചോക്കണേ. ആ നബിക്ക് വേണ്ടി നമുക്ക് എന്തുകൊണ്ട് സലാത്തല്ലി കൂടാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലേ? ആ ചൊല്ലിനോട് നമുക്കൊരു നഷ്ടമില്ല, കൂലിയാണ്. നമുക്ക് കൂലി കിട്ടാൻ വേണ്ടിയാണ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. നബിന്റെ പേര് കേട്ടാൽ പോലും സലാത്തല്ലാത്ത കുറെ പിശുക്കന്മാരുണ്ടാവും. എന്നാൽ നബിന്റെ പേര് കേൾക്കുമ്പോൾ അതിന് ഒന്നാക്ക് ഉള്ളാക്കിട്ടക്കാണ്ട് അല്ലാഹു അക്ബർ അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. ആ രീതിയല്ല. നബിന്റെ പേര് കേൾക്കുമ്പോൾ ആത്മാർത്ഥമായി കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചൊല്ലാൻ പഠിക്കണം. കാരണം ആ നബി നമ്മൾ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി അത്ര കണ്ട് എല്ലായിടത്തും അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തിനെ കുറിച്ച് പറഞ്ഞ ദഹുദുൻ മുസില്ല ഫീഹി ഖതാതീഫുൻ വകലാലീബുൻ വഹസ്കുൻ വതകൂനു ബിനജിദിൻ ഫീഹാ ഷുവൈകത്തുൻ യുഖാലു ലഹാ അസ്സഅദാൻ. അതില് വഴുവഴുപ്പുണ്ട്, അതിൽ കൊളുത്തുകളുണ്ട്, കമ്പികളുണ്ട്, പല്ലുകളുണ്ട്, ചെറിയ രൂപത്തിലുള്ള എന്താ പറയാ ആണികള്, മുള്ളുകൾ അതിൽ നിറച്ചുണ്ട്. സഅദാൻ എന്നാണ് അതിന്റെ പേര് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, തിരിച്ചറിയണം. ആ സിറാത്ത് കടന്നിട്ടാണ് പിന്നീട് ഖന്തറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ഇത് വേറെ പാലാണ്, നരകത്തിന്റെ മേലുള്ള പാലല്ല. സ്വർഗത്തേക്ക് എത്തണമെങ്കിൽ ഈ നരകത്തിന്റെ മേലുള്ള പാലം കടന്നിട്ട് വേറൊരു പാലം കിട്ടണം. ആ പാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറെ മനുഷ്യന്മാർ അവിടെ പിടിച്ചിട്ടുണ്ടാണ്. ആ ഖന്തറത്തിന്റെ പ്രത്യേകത അതാണ്. എന്തിനാ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തേക്ക് എത്തുമ്പോൾ ഒരാളെ മനസ്സിലും ഒരു വാശിയും കുശുമ്പും എന്താ പറയാ ഒരാളോടൊരു ദേഷ്യമോ അതൊന്നും ഉണ്ടാവില്ല, ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ദുനിയാവെന്ന് എനിക്ക് ആരോടോ ഒരാളോട് എന്തുണ്ടേനി മനസ്സിന്റെ ഉള്ളിൽ ഒരു എന്താ പറയാ ഒരു അരുതായ്മ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഞാൻ ആദ്യം സ്വർഗത്തേക്ക് പോകേണ്ട ആളാണ്. അപ്പൊ ഞാൻ സിറാത്തൊക്കെ കടന്ന് കന്തറത്തുമ്പോടെ പോയിക്കണം. മറ്റൊന്ന് നേരം വെക്കി വരുന്ന ടീമാണെങ്കിൽ ഓരഞ്ഞ് എപ്പോഴാണോ വരെ ഒന്നിൻ്റെ ഓനെ കൊണ്ട് എന്താക്കേണ്ടി വരും. എടാ എന്നെ കുറിച്ച് ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു എന്തുണ്ടേനി, അതിനെന്താക്കണം, പൊരുത്തപ്പെട്ട് തരണം, അതെനിക്ക് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് അവിടുന്ന് ഒഴിവാക്കിച്ചതിന് ശേഷം പിന്നെ എന്താക്കാൻ പറ്റുള്ളൂ.
സ്വർഗത്തേക്കാണ് പോകാൻ പറ്റുള്ളൂ. എന്തിനാണ് എൻ്റെ ആവശ്യം? ഒരാളോടും നമുക്കൊരു ദേഷ്യവും വേണ്ട, ഒരാളോടും ഒരു പക വേണ്ട, ഒരാളോടും ഒരു വിദ്വേഷം വേണ്ട. കാരണം ബൈക്ക് കൊടുക്കും. മരിച്ചക്കാണ്ട് മയ്യത്തിങ്ങനെ മുമ്പിൽ കൊടുന്നു വെച്ചിട്ട് എന്തെങ്കിലും വാക്ക് കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട നാട്ടുകാർ പറഞ്ഞിട്ട് പൊരുത്തപ്പെടിച്ചേണ്ട കേസല്ല അത്. നമുക്ക് അങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള ഇടക്കും എനിക്ക് എന്നെ കുറിച്ചൊന്ന് തോന്നിനി എന്താക്കി തന്നെ അതൊരു അറിവില്ലായ്മ കൊണ്ട് വന്നതേന് എനിക്ക് പൊരുത്തപ്പെട്ടായിരുന്നു എന്നാൽ തുറന്നു പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ല. കാരണം നമ്മളെ മയ്യത്തിന്റെ മുമ്പിൽ മയ്യത്തിൽ കയറിച്ചാൽ ഓൻ ഉണ്ടായിക്കോളുന്നൊരു നിർബന്ധമില്ല. ഓൻ അതിന്റെ മുമ്പ് വെച്ചു വരാം. അവസാനിപ്പിച്ചു. അപ്പോ ഈ കൻതറത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് അഖീദകളുടെ ക്ലാസ്സിൽ സവിസ്തരം നമുക്ക് എന്താക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. വീണ്ടും പറയാണ്, നമ്മളെല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഇവിടെ സുബഹിന്റെ ശേഷം അഖീദ ക്ലാസ് നടക്കാറുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളിൽ എല്ലാവരും കൃത്യമായി പങ്കെടുക്കുക. അവിടെ നമുക്ക് സംശയങ്ങൾ ചോദിച്ചും പഠിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്തൊക്കെയാണ് എന്താക്കാറുള്ളത്, പോകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു 6 ദിവസം കൊണ്ട് കഴിയുന്ന കാര്യമല്ല പരലോകവും പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും. 10,000-കണക്കിന് പേജുകളിൽ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഒക്കെ വെച്ചുകൊണ്ട് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു കിളിയുടെ കൊക്കിൽ കൊത്തിയെടുത്താൽ എത്രയാണ് തരാൻ കഴിയുക, അത്ര പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ ചർച്ചയിൽ എന്താക്കിയിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യങ്ങളെ നമ്മൾ കൂടുതലായി കൊണ്ട് പഠിക്കാനുള്ള അവസരങ്ങളെ തെരഞ്ഞെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടി മരിക്കുന്ന മുത്തഖികളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على محمد. السلام عليكم ورحمة الله وبركاته.